ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സെൽവ റഷീദ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മൂന്നാർ ജേണിയുടെ റിവ്യൂ ആണ് കേട്ടോ. മൂന്നാർ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലാണ് ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരു വൈകുന്നേരമായിട്ട് എത്തി ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. ക്ലബ് മഹീന്ദ്ര റിസോർട്ട് ചിന്നക്കനാൽ ആണിത് വരുന്നത്. പിന്നെ മൂന്നാർ ക്ലബ് മഹീന്ദ്രക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു റിസോർട്ടും കൂടെ ഉണ്ട്, മൗണ്ട് സിറ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു ഹൈറ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പറ്റിയാലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. ഈ മൂന്നാറിൽ നിന്നുള്ളൊരു വ്യൂ, എങ്ങോട്ട് നോക്കിയാലുള്ള വ്യൂ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അല്ലേ. മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ മൂന്നാർ പോയവരുടെ മൈൻഡിലൊക്കെ വരുന്നൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള വ്യൂ. കോടമഞ്ഞൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഇത് കുറച്ചിങ്ങനെ ക്ലിയറായി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് മൂന്നാറിനെ കാണാൻ. കുറച്ച് ഈ റോഡ് ഓടിച്ചേരാ, ഞങ്ങൾ ഇതിൽ കൂടെ നോക്കിയോളി, നല്ല രസമാണ് കേട്ടോ. ഞാൻ അജിയ മോള് സൺറൂഫിലൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സൺറൂഫ് തുറന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ റാഷിഖിൻ്റെ അടുത്ത് പറയണത്, ഇതിലൂടെയുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. അത് തുറന്നിട്ട് ഇങ്ങനെ മൂന്നാർ കംപ്ലീറ്റ് 360 ഡിഗ്രിയിൽ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അത് നമുക്ക് വീഡിയോസിലൊന്നും അങ്ങനെ അങ്ങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മൈൻഡിന് കിട്ടുന്നൊരു സുഖമുണ്ട് ആ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കാണുമ്പോഴുള്ള. തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ കുറേ പേര് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ബെഡും സെറ്റപ്പും ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു ടീ മ്യൂസിയത്തിലാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്, എന്തൊക്കെയുള്ള നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു ടീ മ്യൂസിയം, ഒരു തേയില ചായപ്പൊടി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഫാക്ടറി പോലെ. പിന്നെ ഇവിടെ കുറച്ച് ഒരു എക്സിബിഷന് വെച്ച സംഭവങ്ങളും ഉണ്ട്, കുറച്ച് ഹിസ്റ്റോറിക്കായിട്ട്. മൂന്നാർ പോയാൽ അവിടെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കുറേ ചോക്ലേറ്റ് ഫാക്ടറീസും ടീ മ്യൂസിയം അല്ലെങ്കിൽ ടീ ഫാക്ടറീസും പിന്നെ സ്പൈസസിൻ്റെ ഷോപ്പുകളും ഒക്കെ കാണാൻ പറ്റും.
ഫാക്ടറീൻ്റെ ഒക്കെ ഒരു ഹിസ്റ്ററിയും ടീ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പല ടൂൾസും എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് അതിനെപ്പറ്റിയൊക്കെ എഴുതി വെച്ചതൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഷോ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് കിടക്കുക. ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെൻസും പണ്ടത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ യൂസ് ചെയ്തിരുന്ന ലൈനുകൾ, അങ്ങനെ കുറേ ഹിസ്റ്റോറിക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ. ആൻറ്റിക് ബൗൾ, ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റർ. സംഭവം ഓരോ ടൈപ്പ് ടീനെ പറ്റി പറഞ്ഞുതരാണ് ഇപ്പോൾ വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ. ഓരോ ടീക്കും ഓരോ ലീവ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അത് കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കുറച്ച് ബ്രീഫായിട്ട് എക്സ്പ്ലനേഷൻ തന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് നമുക്ക് കാണിച്ചു തരാണ് കേട്ടോ. നിങ്ങൾ പോയെടുത്ത് വേറെ മോഡലാ ഉണ്ടാക്കണേ. കുറച്ച് പ്രോസസ്സുകളിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടാണ് കേട്ടോ നമ്മൾ കാണുന്ന ഫൈനൽ ചായപ്പൊടി ഉണ്ടാവുന്നത്. ജസ്റ്റ് അങ്ങോട്ട് ലീവ്സ് പൊടിച്ചെടുക്കുകയല്ല. അപ്പോൾ ആ പ്രോസസ്സുകളൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കാണിച്ചു തരാണ്. പിന്നെ ഓരോ ടൈപ്പ് പൊടികൾ. പൊടിക്കുന്ന കുറേ പ്രോസസ്സുകൾ കഴിഞ്ഞ് ഫെർമെൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ബെൽറ്റിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് ടീ ഡ്രയർ ഇങ്ങനെ ഡ്രൈ ചെയ്തിട്ടൊക്കെ വിടുന്ന സിസ്റ്റത്തിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു വന്നിട്ടാണ് ഫൈനൽ ആ ഒരു പൊടിയിലേക്ക് എത്തുന്നത്.
ഇനോഗ്രേറ്ററിലായിരിക്കണ എല്ലാവർക്കും അരിക്കാൻ കൊടുക്കും. ഞങ്ങൾ പോയ സമയത്ത് ഒരു സ്ട്രോബെറി ഫാമിൽ കയറണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയിരുന്നു. പക്ഷെ അത് സ്ട്രോബെറി സീസൺ ആവുന്നുള്ളായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഫാം വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ബോർഡ് കണ്ടത്. കുറച്ച് പോയിട്ടൊരു ഫാം ഉണ്ട്, സൃഷ്ടി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ അതിന് മുന്നേ അതിനെപ്പറ്റി കേട്ടിട്ടില്ല. സൃഷ്ടി എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഫാം, പിന്നെ ജാം ഉണ്ടാക്കുന്ന സ്ഥലം, പിന്നെ പ്രിൻറ്റിങ്, പേപ്പർ പ്രിൻറ്റിങ്, ക്ലോത്ത് പ്രിൻറ്റിങ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. സൃഷ്ടി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്പെഷ്യൽ സ്കൂളിനുള്ള സെൻറ്ററാണ്, സ്പെഷ്യൽ ചിൽഡ്രൻ സെൻറ്റർ. നോൺ പ്രോഫിറ്റ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻ മൂന്നാർ ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് സ്പെഷ്യലി ഏബിൾ ചിൽഡ്രൻ ആൻഡ് യൂത്ത് ഹിയർ. സൃഷ്ടി കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് അറിയോ? ഡെയർ സ്കൂൾ, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഇൻ റീഹാബിലിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ. അരണ്യ നാച്ചുറൽ ഡൈയിങ് യൂണിറ്റ് ഓഫ് യാൺ ആൻഡ് ഫാബ്രിക്, നാച്ചുറൽ കളറിങ് ചെയ്യാം ഡ്രസ്സൊക്കെ, ക്ലോത്ത്സ് നൂലിൻ്റെ. അതുല്യ ഹോം മെയ്ഡ് പേപ്പർ സ്റ്റുഡിയോ, ദ ഡെയിലി ബേക്കറി ആൻഡ് കൺഫെക്ഷണറി യൂണിറ്റ്, ദിശ ടൈലറിങ് ആൻഡ് സ്മോക്കിംഗ് യൂണിറ്റ്, നിസർഗ ജാം ആൻഡ് പ്രിസർവ് മേക്കിംഗ്. ആ സെക്യൂരിറ്റി പറഞ്ഞ അവിടുന്ന് സ്ട്രോബെറി ജാം ഉണ്ടാവും. വാടിക ഫ്ലവർ ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ ഇനീഷ്യേറ്റീവ്. അതുല്യ ഹാൻഡ് മെയ്ഡ് പേപ്പർ സ്റ്റുഡിയോ. അത് നമ്മള് അതുല്യ ഹാൻഡ് മെയ്ഡ് പേപ്പർ സ്റ്റുഡിയോ കണ്ടു. അരണ്യ നാച്ചുറൽ ഡൈയിങ് യൂണിറ്റ് ഓഫ് യാൺ ആൻഡ് ഫാബ്രിക് കണ്ടു. ഇനി ദ ഡെയിലി ബേക്കറി ആൻഡ് കൺഫെക്ഷണറി യൂണിറ്റ്, ബേക്കറി. ഇതൊക്കെ രത്തൻ ടാറ്റ. ഇനോഗ്രേറ്റ് ചെയ്ത്. ഇവിടെയുള്ള കുക്കീസും കേക്ക്സും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ഒരു ബട്ടർ വാനില സ്പഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ബട്ടറിൻ്റെ ഫ്ലേവറുള്ള നല്ല കേക്ക്. നമ്മളൊരു കുറച്ച് സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇവിടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കൂളിംഗ് ഉണ്ട്, പിന്നെ ജാം ഉണ്ടാക്കുന്ന സെക്ഷന്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവിടെ അവർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവരെ ഇവിടെ തന്നെ പഠിപ്പിച്ച് ഇവിടെ തന്നെ ജോലി കൊടുത്ത് അങ്ങനെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിംഗ് ചെയ്യുന്ന സ്ഥലം കണ്ടു, ക്ലാസ് റൂംസ് കണ്ടു, ജാമൊക്കെ ഉണ്ടാക്കുന്ന സെക്ഷൻസ് കണ്ടു. അതൊന്നും അങ്ങനെ വീഡിയോസ് എടുത്തില്ല. സ്കൂളിങ്ങൊക്കെ ചെയ്യുന്ന സ്ഥലം നമുക്കങ്ങനെ എടുക്കാൻ തോന്നിയില്ല. നമ്മൾ ആ കുട്ടികളെയും ഒക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ ഫാം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ വെജിറ്റബിൾസ് ഒന്നുമില്ല, എല്ലാം ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊന്നും ഇപ്പോൾ കായ്ച്ച് നിൽക്കുന്നില്ല. അപ്പോൾ ഇത്ര നല്ലൊരു ഏരിയ ഉണ്ട്. ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ആണ് പിന്നെ ഞങ്ങൾ അറിഞ്ഞത്. രത്തൻ ടാറ്റ ഇനോഗ്രേറ്റ് ചെയ്തെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊക്കെ ഒരു ബഹുമാനം തോന്നിയൊരു നിമിഷമായിരുന്നു ഈ സൃഷ്ടി വിസിറ്റ് ചെയ്തത്. അപ്പം മൂന്നാർ പോകുന്നവരുണ്ടെങ്കിൽ സൃഷ്ടിയിൽ കയറിയിട്ടില്ലെങ്കിൽ എന്തായാലും കയറി നോക്കുക. ലൈഫിലെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും അത് നിങ്ങൾക്ക് തരാൻ പോകുന്നത്.
അപ്പം പിന്നെ ഈ സ്റ്റാർബക്സിൻ്റെ ഒക്കെ കവറൊക്കെ ഇല്ലേ, അത് കപ്സ് അങ്ങനത്തതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. സ്റ്റാർബക്സിൻ്റെ ഇന്ത്യയിലുള്ള സെയിലൊക്കെ നോക്കുന്നത് ഇന്ത്യയിൽ ഡീലേഴ്സ് ടാറ്റ ഗ്രൂപ്പാണല്ലോ. അപ്പം അതൊക്കെ ഇവിടെയാണ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അത് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഈ വാട്ടർഫോളിലെ വെള്ളം റോഡിന് താഴെ കൂടെ ഇങ്ങനെ കുറേ പറമ്പുകളിലേക്കൊക്കെ പോവാം കേട്ടോ. ഞങ്ങൾ നിന്ന ഒരു റിസോർട്ടിൻ്റെ അടുത്തുള്ള ഒരു വാട്ടർഫോൾ തന്നെയായിരുന്നു ഇത്. അതിൻ്റെ അടുത്ത് കുറേ കുട്ടി കുട്ടി കച്ചവടങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആ ഒരു തണുപ്പ് ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള മാഗിയും പിന്നെ ഈ ചോളം ചുട്ടതും അതൊക്കെയാണ്. രാത്രിയൊക്കെ ഇവിടെ ഹാപ്പി ഹബ്ബിൽ DJയും അങ്ങനെ ഓരോ ഫങ്ഷൻസും ഒക്കെ ഉണ്ടാവും കേട്ടോ. രാത്രി 8 മണി ഒക്കെ വരെ പല പല പ്രോഗ്രാംസും ഉണ്ടാവും. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ക്ലബ് മഹീന്ദ്ര റിസോർട്ട്സിൽ ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഹാപ്പി ഹബ്ബ്. അതന്നെയല്ലേ മോൺസറി? ക്ലബ് മഹീന്ദ്ര റിസോർട്ട്സ് ഇതാണ് നമ്മൾ തന്നെ. ഇവിടെ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് സ്റ്റെർലിംഗ് റിസോർട്ടാണ്. ക്ലബ് മഹീന്ദ്രൻ്റെ ലേക്ക് വ്യൂ റിസോർട്ട്സ് ഇത് നമ്മൾ സ്റ്റേ ചെയ്ത് കുറച്ചുകൂടെ മേലേക്ക് പോയാൽ ക്ലബ് മഹീന്ദ്രൻ്റെ മൗണ്ട് സിറീൻ ഇതാണ്.
ഇവിടെ നിന്ന് ചെറുതായിട്ട് തോന്നുക കുറേ ഏരിയ ഉണ്ട്. പിന്നെ ടോപ്പിൽ ആ ഒരു പ്രൈവറ്റ് വില്ല ഉണ്ട് അവിടെ. ഇവിടെയാണ് പോവാം. റിസോർട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ മെക്കോഫ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു. അപ്പം അവിടെ ചോക്ലേറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പല ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്.